ഹലോ, അസ്സലാമു അലൈക്കും. ഓക്കെ മാമ, ഓക്കെ ഞാൻ തെറ്റി വരാമോ? പോകുമ്പെത്തിയിട്ടുണ്ട്. ഇനിയുള്ള ഒരാഴ്ച നമ്മൾ ഡീസൻ്റ് ആയിരിക്കണം. ഡീസൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഡീസൻ്റ്. ഞാൻ ഏറ്റവും ഇട്ടല്ലേ ഈ റൂമിലെ ഈ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കണ എന്തോന്നാ. അസ്സലാമു അലൈക്കും മാമ. വാലേക്കും സലാം. ഡ്യൂട്ടി ഇല്ല ഞാൻ പറഞ്ഞില്ലേ, അതാണ് മാമൻ. അമ്മ ഞാൻ വിവേക്. മാമ ഞാൻ ഇപ്പം ഞാൻ ലീവിലാണ്. 3-4 ദിവസം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോകും. അതിനു മുമ്പ് ചെറിയൊരു ജോലി ചെയ്ത് തീർക്കാൻ. എന്നാ പിന്നെ ഞങ്ങൾ നിങ്ങളിറങ്ങിക്കോ. ശരി മാമ. ഓക്കെ. ആ ജാസിം, തൊപ്പി ഡ്യൂട്ടിക്കും വേണോ? ജാസി, എനിക്കെന്തിനും അമ്മാവനെ എത്ര പേടി? എന്നിട്ട് മോളെ മറ്റൊക്കെ ഇടിച്ചു തരാന്ന് പറഞ്ഞു. എവിടെ പറഞ്ഞോല മാമനൊരു മോളുണ്ട്. നീ അങ്ങനെ വല്ല ഉദ്ദേശമാണോ? വെറുതെ ഞാനായിട്ട് കളഞ്ഞു വിളിക്കണ്ടല്ലോ. സിനിമ എടുക്കാൻ പോകുന്നത് ധൈര്യമാണ്. ധൈര്യം ഇപ്പോഴും അമ്മാവനെ കണ്ട നിനക്ക് മുട്ട്. അമ്മാവനെ അങ്ങനെ കണ്ട മുട്ടിടിക്കത്തൊന്നുമില്ല. എനിക്ക് അങ്ങനെ പുള്ളിയെ പേടിയൊന്നുമില്ല. ഒരു ബഹുമാനം. പിന്നെ പണ്ടത്തെ തല്ലിന്റെ വേദന മാറിയിട്ടില്ല. എടാ, അമ്മാവനൊന്നും പേടിച്ച് ജീവിക്കരുത്. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കണം. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനാണെങ്കിൽ നമ്മളിവിടെ വരുവാളിയാ. അത് ശരിയാ. എവിടെയാണ് നിന്റെ അമ്മാവൻ? നിന്റെ അമ്മാവനോട് പറയടാ, വളരെ നല്ല മനുഷ്യൻ. അമ്മാവനാണ് ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും പറയുന്നത്. അമ്മാവൻ അമ്മാവന് വേണ്ടിയിട്ട് തൊപ്പിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ആള് വരുന്നൊന്നും പറയാൻ അതൊന്ന് വരുമോ? അതോ അറിയില്ല, എപ്പോ വരുമെന്നറിയില്ല. മസാജിന് പോയതാണോ?
വന്നോ? നീ അവിടെ ചെന്നിട്ട് നിന്റെ പേര് പറയാറുണ്ടാ മതി അവര്. നിങ്ങളൊക്കെ എത്തിയോ? നിങ്ങളൊക്കെ ഒന്ന് കാണാൻ നിൽക്കുമല്ലോ ഞാൻ. അതെ, ഞാൻ സിനിമയൊക്കെ കണ്ടിട്ട് കുറച്ചായി. ഇപ്പൊ മലയാള സിനിമയിൽ ആർക്ക് നല്ല മാർക്കറ്റിംഗ്? ഞാനിപ്പം ഞാൻ പഴയ പോലെ പടമൊന്നും ഇപ്പം കാണുന്നില്ല, സിനിമയൊന്നും അങ്ങനെ കാണുന്നില്ല. ഓ, ശ്യാം പുഷ്കർ നല്ല സ്ക്രിപ്റ്റ് റൈറ്ററാണോ? ശ്യാം പുഷ്കർ? എനിക്ക് ആ ലോഹിദാസിന് മാത്രമേ അറിയത്തുള്ളൂ. അല്ല, നിന്റെ സിനിമ ഭ്രാന്തൊക്കെ പോയോ? അപ്പോ എനിക്കൊരു ഐഡിയ ഇല്ലല്ലോ. അല്ല, നിങ്ങൾക്കാർക്കൊന്നും വല്ല ഐഡിയ ഇല്ല? ഫഹദ് ഫാസിൽ, നിവിൻ പോളി, ടോവിനോ. ടോവിനോ? അതൊരു വണ്ടിയുടെ പേര്. ടോവിനോ അല്ല, ടൊയോട്ട കാർ. ഇപ്പോൾ തോന്നുന്നത് സുരേഷ് ഗോപിയില്ലേ, പുള്ളിക്ക് നല്ല മാർക്കറ്റാണ്. ഞാനാണെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ, രജനീകാന്ത് ഒരു പടം പണ്ട് കണ്ടു. ഇപ്പൊ കാണും. അത് ശരി. അപ്പൊ നിങ്ങളാരും സിനിമയൊന്നും കാണാറില്ലേ? പുതിയ നടന്മാരും സംവിധായകരും ഒക്കെ വന്നിട്ടുണ്ട്, അതൊന്നും നിങ്ങൾക്ക് അറിയില്ലേ? അത് മാമനെ എന്നെ പോലെ ഇവരും അധികം സിനിമ കാണാത്ത കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞിട്ട് ഫ്ലാറ്റ് കഴിഞ്ഞ് ജോലി. വല്ലപ്പോഴും ടി വിയിൽ ക്രിക്കറ്റ് വന്നാൽ കണ്ടേ കണ്ട് അല്ലേ. പിന്നെ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ പോകും, വരാൻ പറ്റും. നല്ല തമാശ. ചെറുപ്പത്തിൽ ഇവൻ വലിയ സിനിമാ ഭ്രാന്തനായിരുന്നു. എല്ലാ സിനിമയും കാണും. സ്കൂൾ കട്ട് ചെയ്ത് പുതിയ റിലീസ് പടം എല്ലാം കാണും. അന്നൊക്കെ എന്റെ കയ്യിൽ നിന്ന് എത്ര തല്ലി കിട്ടിയിട്ടുണ്ടെന്നറിയാം. ഒരു കാലം പറഞ്ഞിട്ടെന്താ കാര്യം? എന്തായാലും തല്ലിയത് നന്നായല്ലോ. നീ നന്നായില്ലേ? നല്ല ജോലിയായി, നല്ല നിലയിലായി. നിന്നെ എനിക്ക് നേർവഴിക്കാക്കാൻ പറ്റിയല്ലോ, അത് മതി. വലിയ സന്തോഷം. എന്റെ ജാസി, ഈ കാലത്ത് പെൺകുട്ടിയുള്ള ഒരു അമ്മാമാർ ഇങ്ങനെ പേടിക്കില്ല. പേടിയൊന്നും ഇല്ല. ഇന്നലെ തന്നെ കണ്ടില്ലേ എന്തൊക്കെ ചോദ്യമായിരുന്നു. പുതിയ നടന്മാരിൽ മാർക്കറ്റ് ആർക്കാണ്, നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആരാണ്, ഡയറക്ടറിന്റെ പേര്. ഇയാൾ വന്നതില്ലേ എന്നെ ഒന്ന് പരീക്ഷിക്കാനാണ്. കാരണം ഞാൻ പഴയ പോലെ ഫിലിമൊക്കെ കണ്ട് ഉഴപ്പുന്നുണ്ടോ എന്നൊക്കെ അറിയാം, ജോലിക്ക് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്നറിയാം. എനിക്ക് തോന്നുന്നത് ഉപ്പയും ഉമ്മയും ചേട്ടനും കൂടി ഇയാളെ പിരികേറ്റി വിട്ടായിരിക്കും. ഇപ്പം എങ്ങനെയുണ്ട്? എനിക്ക് ബുദ്ധി തോന്നിയതുകൊണ്ട് ഞാൻ അങ്ങനെ പിടികൊടുത്തില്ല. ഈ രണ്ട് മണ്ടന്മാരില്ലേ ഓവറാക്ട് ചെയ്ത് കൊളവാക്കുന്നു മാത്രമായിരുന്നു എൻ്റെ പേടി. ഈ പറഞ്ഞൊക്കെ പുള്ളി പുള്ളി തെറ്റാ വിശ്വസിച്ചുണ്ടാവും. പറയാൻ പറ്റില്ല, പിന്നെ അമ്മാവൻ ചിലപ്പോ വിശ്വസിച്ചാണ്. എടാ നിന്റെ ആദ്യ ഫിലിം ഇറങ്ങിക്കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ ഒരു പറ്റിച്ചിറങ്ങുന്നുണ്ടല്ലോ, അവളുടെ അത്ര മണ്ടത്തിയല്ല. അതിനോട് ഇങ്ങനത്തെ ഒരു ഡിസ്റ്റന്റ് എത്ര കാലം കാത്തിരിക്കേണ്ടി വരും? ഈ നിമിഷം വിളിച്ചിറക്കി കൊണ്ടുവരാൻ ഞാൻ റെഡിയാണ്. വരാൻ തയ്യാറാണ് ഒരു കുട്ടി. ഈ അബ്ദുള്ള ആത്തിക് ബിൽഡിംഗ് മെയിൻ്റെനൻസിന്റെ പടിയും കടന്നു. ഏത് നിമിഷം? അമ്മാവൻ വാലേക്കും അസ്സലാം മാമ. ജാസിം, ഒരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടാ. ഞാൻ നാളെ നാട്ടിലേക്ക് പോവാ. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടാ. പെട്ടെന്ന് റൂമിലോട്ട് വാ. രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ പുള്ളി ഞങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വന്നതാണെന്ന്. എന്തായി? ടെസ്റ്റ് ചെയ്യിച്ചോ? ഏതാണ് മാമൻ വിളിച്ചതേ. മാമൻ നാളെ നാട്ടിൽ പോവാ. അപ്പോൾ പുള്ളി ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. എന്താ അത്യാവശ്യം പറയാനുള്ളത്? സർപ്രൈസ് ഉണ്ട്. ഇതിലും വലിയ എന്ത് സർപ്രൈസ്? എന്തോ സർപ്രൈസ്. എന്തായാലും രക്ഷപ്പെട്ടല്ലോ.
ആ, നിങ്ങളെല്ലാവരും എത്തിയോ? നിങ്ങളെ കാത്തിരിക്കുന്നത് ഞാൻ കേട്ടാ. ഞാൻ എന്തായാലും 6 മാസത്തേക്ക് നാട്ടിലേക്ക് പോകുക. അപ്പൊ പിന്നെ എന്റെ ഏറെ നാളത്തെ ഒരു ആഗ്രഹം നടത്താന്ന് വെച്ചു. ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. ഞാൻ ഒറ്റക്കല്ല കേട്ടാ, എന്റെ ഫ്രണ്ട് തോമസും കൂടിയുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനാണ് ഞാൻ നിങ്ങളുടെ നിന്നത്. തോമസ് ആണ് പറഞ്ഞത് നിങ്ങളെപ്പോലത്തെ യങ്സ്റ്റേഴ്സിനോട് സിനിമയുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തിരക്കിയത്. പക്ഷെ നിങ്ങൾ ഈ 3 പേരും 2005 ശേഷം അപ്ഡേറ്റേ ഇല്ല. പിന്നെ തോമസ് അവന്റെ മക്കളോടും മരുമക്കളോടും പിള്ളേരോടൊക്കെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോഴാണ് ഒരു തീരുമാനമായത്. ടോവിനോ നായകൻ, ശ്യാം പുഷ്കർ സ്ക്രിപ്റ്റും ആഷിഖ് കപൂർ ഡയറക്ടറും. എന്തായാലും അഡ്വാൻസ് ഒക്കെ കൊടുത്തു, ഫൈനലായി. ഇനി നാട്ടിൽ പോയിട്ട് തീരുമാനിക്കണം. മാമ, ഞങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണ് മാമ. അപ്പം മാമനെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ് നിസ്കാരം തുപ്പിട്ട് അഭിനയിച്ചത്. ഞങ്ങൾ 3 പേർക്കും സിനിമ പറഞ്ഞ ജീവനാണ്. നിങ്ങളോട് 3 പേരോടെ കൂടിയാ ഞാൻ പറയുന്നത്. ജോലി ചെയ്യാനുള്ള മടി കൊണ്ട് ഓരോ ഉടായ്പുമായിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട. നിങ്ങൾക്കൊന്നും സിനിമയുടെ ഒരു ചുക്കും അറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്കറിയോ, ഇവനുണ്ടല്ലോ സ്കൂൾ പഠിപ്പ് ഒഴിവാക്കാൻ ബസ്സിലെ കിളിയായി പോയിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ പിടിച്ചിട്ട് വേണ്ട തല്ലിയെന്ന പാട് ഇന്നും കാണും. ഓർമ്മ കാണുമല്ലോ നിനക്ക്. അതുകൊണ്ട് കൂട്ടുകാർ ഇവനെ ഉപദേശിച്ചോ, മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ജോലി ചെയ്യാൻ. ഓക്കെ? ജാസി, ജോലിയിലേക്ക് ശ്രദ്ധിക്കണം കേട്ടോ. കല്യാണമൊക്കെ കഴിക്കേണ്ടതല്ലേ? ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഞാൻ എല്ലാ ആഴ്ചയും എൻ്റെ ഫ്രണ്ടിനോട് വന്നിട്ട് ഇവിടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറയാം. ഓക്കെ ഓക്കെ, ബൈ. എന്തുവാടേ ഇത്? നിൻ്റെ അമ്മാവൻ കാരണം ഞങ്ങൾക്ക് കൂടി സിനിമ എടുക്കാൻ പറ്റാതെയാവോ?